ഞാൻ പറഞ്ഞില്ലേ, ഈ നിൻ്റെ തേവിടിച്ച ഭാര്യയെ കൊണ്ട് നീ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ആ മാജിക്ക് നടന്നേ. ഞാൻ പറഞ്ഞതിന് കെട്ടി. സ്വന്തം നാവ് നിന്നെയാണ് സൂചിപ്പിക്കണേ, ആണല്ലാന്ന് നീ സ്വയം പറഞ്ഞാൽ ഊന്ന് നീ പറയാൻ നിൻ്റെ സ്വന്തം നാവ് നിന്നെ സൂചിപ്പിക്കണേ. ഇത് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീ ഒന്ന് പറയും ഓ അങ്ങനെയാണോ പറയണേ? അതെനിക്ക് ശീലമില്ല. അതാണ് സ്ട്രെങ്ത്തിൻ്റെ നേച്ചർ. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം അറിയും. പെണ്ണുങ്ങൾ പ്രസവിച്ച് നടക്കണവർ എന്തിനായിട്ട് ഇവിടെ കണക്ഷൻ ഉണ്ടാ? തേവിടിച്ച ഊമ്പി നടന്നവരും പിന്നെ ആ അളിഞ്ഞണ്ടി കയറ്റിയിട്ട് കുറേ വെഡ്ഡി ചടങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ വെഡ്ഡി ചടങ്ങുകൾ വരുന്നപ്പോൾ വിരൂപരായി ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത വിവരമില്ലാത്ത റിട്ടയർഡ് നേച്ചർ തന്ത്രിയുടെ റിട്ടയർഡ് നേച്ചർക്ക് കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നത് തെറ്റല്ലേ? ഇത് എന്നോട് ആരിങ്ങനെ പറയിപ്പിച്ചിട്ടില്ല ആരും. വെഡ്ഡിത്തരം പാരൻസ് പോലും എന്നോട് ആരും പറയിപ്പിച്ച വെഡ്ഡിത്തരം പറയിപ്പിച്ചെങ്കിൽ പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് പൂർണ്ണ അറിവോടെ പറയാൻ പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയേ വരുള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ നീ സ്വന്തം നാവുകൊണ്ട് ആണല്ല പെണ്ണല്ല മറ്റേതാണ് എന്നൊക്കെ പറയുന്നത് നിൻ്റെ സ്വന്തം നാവ്, നിൻ്റെ ഊമ്പി തരം, നിൻ്റെ തേവിടിച്ച് ഭാര്യയുടെ അതേ ലെസ്ബിയൻ തരം വെഡ്ഡി മക്കളുണ്ടാക്കണം അതേ വെഡ്ഡിത്തരമാണ് നീ റിപ്പീറ്റ് ചെയ്യുന്നത്. അതേ ശോഷിച്ച അവസ്ഥയാണ് കിട്ടുന്നത് അല്ലേ? അല്ലേ? അല്ലാണ്ട് ശോഷിച്ച അവസ്ഥയ്ക്ക് ദേഷ്യം എന്നിട്ടാണോ പറയണത്? അല്ല, ശോഷിച്ച അവസ്ഥ സ്വന്തം ശോഷിച്ചാവസ്ഥ കാണിക്കുന്ന അങ്ങനെയാണ്. അത് പറഞ്ഞാൽ എങ്ങനെ രക്ഷിക്കപ്പെടാനാണ് സ്വന്തം തന്തയും തള്ളയും സ്വന്തം മോൻ. ഇപ്പോൾ എൻ്റെ ഡാഡി എൻ്റെ വലിയപ്പ അങ്ങനെ ഇതിനെ കൂടി അല്ല മോൻ എന്ന് വിളിക്കുക ചേട്ടനായാലും. അപ്പോൾ അങ്ങനെയില്ല. അത് ചന്ദ്രലേഖ സിനിമയിൽ കാണിക്കേണ്ട അതുപോലെ തന്നെ സെയിം. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാം മനസ്സിലാക്കി തന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കണത് ആണ് ആൻറ്റി ക്രൈസ്റ്റ്. എല്ലാം യേശുവ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് നേരെ വിപരീതമാണ്. ബൈബിളിന് നേരെ വിപരീതമാണ് റോമൻ കാത്തലിക്സ് ചെയ്യുന്നത്. ബൈബിളിന് നേരെ വിപരീതമാണ് മുസ്ലിംസും ഹിന്ദുസും ചെയ്യണത്. അവർക്ക് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമില്ല. യഹൂദിയർ പിന്നെയും പറയാം വാസ്തലം ഒരിക്കൽ യഹോവയുടെ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ജനങ്ങൾ പറയുമ്പോൾ യഹോവയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. യേശുവയുടെ ഒരു ഫേമസ് ആക്കാൻ കാരണം. അപ്പോൾ യേശുവിനെ തന്നെ കൊല്ലാൻ നടക്കണം ഈ മാതാപിതാക്കൾ എങ്ങനെ ക്രിസ്ത്യാനിറ്റി ആവും? ക്രിസ്ത്യൻസ് എങ്ങനെയാവും? മനസ്സിലാക്കണം. അപ്പോഴാണ് മിറാക്കിൾ നടക്കണേ. എത്ര ഇതുണ്ടായാലും മരിച്ചില്ലെങ്കിൽ അത് മനസ്സിലായി 90 വയസ്സ് ആ സമയമൊക്കെ വരെ ജീവിക്കാൻ നോക്ക്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എത്രത്തോളം വിഡ്ഢിത്തരത്തിൽ. ഏതിന് കുമ്മുട്ടി മുസ്ലിംസ് മോഹൻലാൽ ഇതിനെക്കുറിച്ച് പറയൂ. അവർക്ക് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമുണ്ട്. ചൈനീസിന് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമുണ്ട്. ജപ്പാനീസിന് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമുണ്ട്. ഇല്ല, അതിനൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണുന്നതിനാണ് ഓരോന്ന് 2004-ലും 2026 എന്ന സമയം എല്ലാത്തിനും കിട്ടണത്. ഗോവയെ കുറിച്ച് പറയേണ്ട സമയത്ത് ഗുജറാത്ത് ഏതോ ഒരാഴ്ച പോയി താമസിച്ച് ഇവളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഗുജറാത്തിൽ കിട്ടും. എല്ലാത്തിനും ഓർത്ത് വെച്ചോ. 2002 കച്ച് ഭുജിലുണ്ടായത് ട്വിൻ ടൗൺസിലാണ്. ഞാൻ വളരെ ട്വിൻ ടൗൺസിലാണ്. അതുപോലെ സുനാമി ട്വിൻ ടവേഴ്സിനുണ്ടായത് 2004-ൽ. അപ്പോൾ എല്ലാം മനസ്സിലായി. എർത്ത് ഉണ്ടായത് മനുഷ്യരാണ് എർത്ത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് നാണാവില്ലേ ഒരു വ്യത്യാസം അറിയാതിരിക്കാനായിട്ട്? അപ്പോൾ ഇങ്ങനെ ജീവനുള്ള ദൈവത്തിന് വ്യത്യാസമുണ്ട്. നശ്വരമായ സ്ത്രീയോ നശ്വരമായ ഹ്യൂമനോ നശ്വര മൃഗങ്ങളെ ആരാധിക്കണവർ എന്തായാലും നരകത്തിന് തുല്യമാണെന്ന് പറയണം. അതുപോലെ സ്പൈ ക്യാമറ ചെയ്യണവർ നരകത്തിന് തുല്യമാണെന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ ആണാണെങ്കിൽ അതിൻ്റെ മുഖത്തൊരു തെളിച്ചുണ്ട് ആ സമയത്ത്. ഇപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ ആ തെളിച്ചല്ലേ ഒരു ചെയ്യേണ്ട സമയത്ത് വന്നിട്ട് ചെയ്യുന്നതും പറയേണ്ട സമയത്ത് ചെയ്യുന്നതും വരേണ്ടത് ഇപ്പോൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ മുഖത്ത് തെളിച്ചം കാണുമ്പോൾ അറിയാം ഇത് ആരാന്ന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തമ്മിൽ കുഴി ചാടിക്കണവർക്ക് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തത്. അന്നേ തൊട്ട് 9-8 വർഷം ഗോവയിലുണ്ടായിരുന്നു, 9 വർഷം തൃശ്ശൂരുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു പൂങ്കുളൂരിലെ വെഡ്ഡി സ്ഥലത്ത് 4 വർഷം ഉണ്ടായിരുന്നു. ഒരു വെഡ്ഡി വാക്ക് അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കുക, എൻ്റെ മുഖത്ത് നോക്കി ഈ എത്ര വൃത്തികെട്ട 75 വയസ്സിൽ എത്ര വൃത്തികേട് ചെയ്യണ നടക്കുന്നവരുണ്ടായിരുന്നു. അത് പോട്ടെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അത് കഴിഞ്ഞു പോയി. അവർക്ക് എൻ്റെ സ്റ്റേജ് പ്രൊഫഷൻ എന്നൊരു നല്ലതെന്ന് പറയാമെന്നല്ലാണ്ട് പേര് വിളിക്കുക എന്നീ പറയുക ഒന്നും ആ ഒരു ടൈപ്പില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണെന്ന്. നിങ്ങളെപ്പോലെ പെണ്ണുങ്ങളും ആണുങ്ങളാണെങ്കിൽ എന്തൊക്കെ ചെയ്യുക? പെണ്ണുങ്ങളെ വരെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലോ. ആണത്വം പെണ്ണത്വം ഇല്ലാത്തവർ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് അതായത് എൻ്റെ അടുത്തില്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോൾ ഇവിടെ നടക്കുകയാണെങ്കിൽ അന്നേ തൊട്ടില്ല തോണ്ടി ഹാരിസ്. അപ്പോൾ എനിക്കറിയാം എനിക്ക് എൻ്റെ മുഖത്തൊരു തെളിച്ചുണ്ട്. എന്താണെന്നറിയില്ല എനിക്ക്. എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത് ഞാൻ എന്താ ചെയ്യാനാണ്? അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ എനിക്ക് വേണ്ട. അന്നേ തൊട്ടെനിക്ക് പറയണേ
ശവമഞ്ച ഇവർ സ്വീകരിക്കേണ്ട കാര്യമില്ല, പൂമഞ്ച ഇവർ സ്വീകരിക്കേണ്ട കാര്യമില്ല. വീണ്ടും നടക്കണവർ ബൈബിളിന് നേരെ വിപരീതമായിട്ട് ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്, ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ് ചെയ്ത് നടക്കണവർക്ക് എനിക്കെന്താ അവരെ കൊണ്ട് ആവശ്യം? ഞാൻ ഇതിൽ പെടണല്ലോ, എനിക്ക് ആ ജീവനില്ലാത്ത മെറ്റീരിയലിസ്റ്റിക് നേച്ചറിലൊന്നും പെടണല്ലോ. അപ്പോൾ എത്ര ഇത് കാര്യമാണ്. ഞാനിപ്പോൾ ഒരു കാർ ഓടിച്ച് കയറ്റിയ ഒരു ഇത്ര ഹൈറ്റ് നമുക്ക് കയറ്റിയ ഒരു ഫിസിക്കൽ കയറ്റി നിർത്തി, ഒരു ഇടുങ്ങിയ സ്ഥലം കയറ്റി നിർത്തി, അല്ലെങ്കിൽ എവിടെയെങ്കിലും 100 km/h 50 കിലോമീറ്റർ സഞ്ചരിച്ചു, എത്ര ദേഷ്യം, എന്ത് നല്ല കൺട്രോള്, ബൈക്ക് സഞ്ചരിച്ചു, എത്ര മഴ ഇടിമിന്നലുണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും. അപ്പോൾ എല്ലാം സഞ്ചരിക്കുമ്പോഴും ഞാൻ ആ മെറ്റീരിയലിസ്റ്റിക് നേച്ചർ കമ്പില്ല. ഞാനത് ഒരു സമയത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നിർത്തി, ബൈക്കും കാർ ഓടിക്കണില്ല, അപ്പോൾ നടന്ന ശീലം അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾക്ക് മറവി രോഗം ഉണ്ടോയെന്ന്. കണ്ട വായിച്ച് മനസ്സിലാക്കാത്തവരെങ്കിൽ കേട്ടറിയാനാണ്. ഞാൻ എല്ലാം കണ്ട മനസ്സിലാവും, കാർ ഓടിക്കണം, ബൈക്ക് ഓടിക്കണം, പക്ഷെ എനിക്ക് കമ്പല്ല, നടന്ന് ശീലിക്കേണ്ട സമയത്ത് നടക്കണം. അപ്പോൾ അതിന് നടക്കണം. അപ്പോൾ മനസ്സിലാക്കാൻ പാടില്ല, ഈ സ്വന്തം മോനെ കൊല്ലാൻ നടക്കണവർ പാരൻസ് എങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലാവാനാണ്, അവരെങ്ങനെ രക്ഷിക്കപ്പെടാനാണ്, സ്പൈ ചെയ്യണവരെങ്ങനെ രക്ഷിക്കപ്പെടാനാണ്, അത് മനസ്സിലാക്കാൻ പഠിക്കാദ്യം. പിന്നെന്താ പറയുക, പിന്നെ അപ്പോൾ അങ്ങനത്തെ കമ്പല്ല. അപ്പോൾ ഞാൻ വാച്ച് കെട്ടണ രീതിയാണ്. ഒരു 12 വയസ്സ് തൊട്ടാണെങ്കിലും ഏത് വയസ്സ് തൊട്ടാണെങ്കിലും വാച്ചോ കൈ ചെയിൻ ഇടുന്ന, ഞാൻ കൈ ചെയിൻ തരും ചിലവർ. കൈ ചെയിൻ ഇടുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. സ്വർണ്ണ കൈ ചെയിനാണെങ്കിലും ഞാൻ അപ്പോഴത്തെ നോക്കുമ്പോൾ എനിക്കറിയാം അത് താല്പര്യമില്ല, ഇടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യണില്ല. എത്ര വർഷമായി ഞാനൊരു വാച്ചോ റിസ്റ്റ് വാച്ചോ കൈ ചെയിനോ എന്തെങ്കിലും മറ്റേ ഇടിയോ അങ്ങനെ ഇട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയിൻ നെക്ലേസ് അതൊന്നും ഞാൻ ഇടില്ല. അത് സംപ്രേഷണം ചെയ്യാൻ പലതും ഞാൻ കാണിക്കും. അതൊരു സംപ്രേഷണം ചെയ്യണ രീതിയാണ്, ഒരു എന്താ പറയാൻ ഒരെണ്ണത്തിൻ്റെ നേച്ചർ കാണിക്കുന്ന ക്യാരക്ടർ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ അത് മെറ്റീരിയലിസ്റ്റിക് നേച്ചർ കൂടെ കൊണ്ട് നടക്കണ്ട ഇല്ല, അതാണ് വ്യത്യാസം.